ഇത് ഇത്രയും നിങ്ങൾ സൈബർ അറ്റാക്ക് ചെയ്യുന്നു, കാര്യങ്ങൾ അറിയാതെ പല കാര്യങ്ങളും ചെയ്യുന്നു. ഇവിടെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദി. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് വാലിഡ് ആണല്ലേ, അതിനെപ്പറ്റി ഒന്നും പറയണ്ട. ഫാമിലിയെ പിടിച്ചിടുന്നു, എനിക്കെന്തെങ്കിലും പറ്റിയാൽ എന്ത്? ഇത് സീരിയസ്ലി മാസ്റ്റർ വിക്ടിം കാർഡ് ഇറക്കുന്ന പരിപാടി. അപ്പോഴൊക്കെ ഞാൻ വിട്ടിരുന്നതാണ്. പക്ഷെ അവിടെ ഇവിടെയൊക്കെ ആവശ്യമില്ലാത്ത കുറെ പണിയില്ലാത്തവന്മാര് കുറെ സാധനങ്ങൾ ചെയ്യുന്നു, കുറെ പണിയില്ലാത്തവന്മാര്. ഇനി അത് നടക്കത്തില്ല. ഞാൻ എന്തായാലും ലീഗലി മൂവ് ചെയ്തൊരു കാര്യം തന്നെയാണ്. സോ ആഫ്റ്റർ ഫേസ് യോഗ എനിക്ക് കിട്ടുന്ന ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട് ആണ് ആ ഒരു പഫ്നെസ് ഒക്കെ മാറി. ഇമ്മീഡിയറ്റ് റിസൾട്ട് അതൊരു ഉടായ്പല്ലേ? ഇതൊരു ഗിമിക്കാണ്, ഇതൊരു മാനിപ്പുലേഷൻ ആണ്. കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്റെ സെലിബ്രിറ്റി സുഹൃത്തുക്കളെ യൂസ് ചെയ്ത് ഇങ്ങനെ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് പറയേണ്ടത്? ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസം മുമ്പ് നമ്മൾ പാർവതി കൃഷ്ണയുടെ ഫേസ് യോഗയെ പറ്റി ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരായിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായേനെ. ആഫ്റ്റർ ദാറ്റ് പാർവതി കൃഷ്ണ ഒരു വീഡിയോ കാണുകയും അതിൻ്റെ അടി വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. കമന്റ് ഇങ്ങനെയായിരുന്നു: മാൻ, ഐ ഹാവ് ടു ടെൽ യു എമംഗ് ഓൾ ദ വീഡിയോസ് ഐ ലവ്ഡ് ഇറ്റ് ഈവൻ ദോ ഇറ്റ്സ് എ ക്രിറ്റിസിസം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. സോ ഈ വീഡിയോയും അങ്ങനെ തന്നെ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പാർവതിയെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാനോ സൈബർ ബുള്ളി ചെയ്യാനോ ഒന്നും നമ്മൾ ചെയ്യുന്ന വീഡിയോ അല്ല. ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ച സമയത്ത് എനിക്ക് കുറെ പൊരുത്തക്കേട്, കൺഫ്യൂഷൻ ആൻഡ് ഒരു അൺസൈന്റിഫിക് മെത്തേഡായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇത് പുറത്തു പറയുന്നത്. അല്ലാതെ ഞാൻ വെറുതെ വന്നിരുന്നിട്ട് ചുമ്മാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പാർവതി കണക്കാക്കണ്ട. ഇത് കഴിഞ്ഞിട്ട് പാർവതി പുള്ളിക്കാരത്തിന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോയ്ക്കകത്ത് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു പാർവതിയാണ് കണ്ടത്. കുറച്ച് വിക്ടിം കാർഡ് ഇറക്കുന്നുണ്ട് അതിനകത്ത്. ഒരു സെന്റിമെന്റൽ അപ്രോച്ച്. ഓഡിയൻസ് നമുക്കെതിരെ, ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ വന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ? ആൻഡ് ഒരു കൈൻഡ് ഓഫ് ഒരു ആത്മഹത്യാ ഭീഷണി പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള സംസാരവും. സീരിയസ്ലി ഞാൻ പാർവതിയിൽ നിന്ന് അങ്ങനെ ഒരു വീഡിയോ പ്രതീക്ഷിച്ചതേ ഇല്ല. ആൻഡ് ഈവൻ കുറച്ചും കൂടെ മെച്ചൂർഡായിട്ട് ഈ ഒരു സബ്ജക്റ്റിനെ ഹാൻഡിൽ ചെയ്യുമെന്ന് വിചാരിച്ചു. ദിസ് ഈസ് ദ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ക്യാപ്ഷനെ കൊടുത്തിട്ടാണ് പുള്ളിക്കാരത്തെ വീഡിയോ ചെയ്തേക്കുന്നത്. സോ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഒരു അൺസൈന്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സയന്റിഫിക് എവിഡൻസ് ഇതുവരെ ഇല്ലാത്ത, മെഡിക്കലി പ്രൂവൺ അല്ലാത്ത ഒരു ഫേസ് യോഗ എന്ന് പറയുന്ന ഒരു സാധനം ആളുകളിലോട്ട് എത്തിക്കുമ്പോൾ അത് ആളുകൾ എന്താണെന്നും കൂടെ അറിഞ്ഞിരിക്കണം. എന്റെ വീഡിയോ കാണുന്ന എത്ര പേര് ഇത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തൊന്നുമില്ല. കുറെ കമന്റ്സ് കണ്ടു, ഫേസ് യോഗ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയെന്ന്. ഓക്കെ, റിസൾട്ട് കിട്ടി, അവർ ഹാപ്പി ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. നമുക്ക് ഇന്ന് എന്തായാലും പാർവതി ഇട്ട ഒരു വീഡിയോ ഒന്ന് കാണാം. വീഡിയോ ഇട്ട് കുറച്ച് കാര്യങ്ങൾ പാർവതി ഇട്ട് സംസാരിക്കാനുണ്ട്. പാർവതിക്ക് എങ്ങനെയാണെങ്കിലും ഈ ഒരു വീഡിയോ എടുക്കാവുന്നതാണ്. ആൻഡ് നമുക്ക് പാർവതിയുടെ വീഡിയോ കാണാം. ഹലോ, എൻ്റെ പേര് പാർവതി കൃഷ്ണ. ഞാൻ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാനൊരു കുറച്ച് ഫേസ് യോഗ ക്ലാസ്സസ് എടുക്കുന്നുണ്ടായിരുന്നു. ഐ ഗോട്ട് സർട്ടിഫൈഡ് ഫ്രം ഹൗസ് ഓഫ് ബ്യൂട്ടി. നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ ചെന്നാൽ ചിലപ്പം എൻ്റെ വീഡിയോസ് ഒക്കെ കാണാം. കാരണം ഞാൻ അവിടെ നിന്നാണ് സർട്ടിഫൈഡ് ആയത് ഫസ്റ്റ്. അപ്പം ഇത് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് തന്നെ എനിക്ക് എൻ്റെ ഫേസിൽ ബോട്ടോക്സോ ഫില്ലേഴ്സ് ഒന്നും ചെയ്യാൻ ഉള്ള താല്പര്യം ഇല്ലാതിരുന്നത് കൊണ്ട് നാച്ചുറലി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഫേസ് യോഗ എന്നൊരു ടെക്നിക്കിനെ പറ്റി ഞാൻ ആദ്യമായി കാണുന്നത്. അത് ഈ വിഭൂതി അരോറ എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെയാണ് ഞാൻ കാണുന്നത്. അതിനുശേഷം ഞാൻ പുള്ളിക്കാരിയുടെ അവിടെ പോയി, ഡൽഹി പോയി ഞാൻ പഠിച്ച് ഞാൻ എക്സാം എഴുതി. ഐ ഗോട്ട് സർട്ടിഫൈഡ്. അല്ലാതെ അവിടെ നിന്ന് കിട്ടത്തില്ല. ഞാൻ ഓൺലൈൻ പോലും അല്ല. ഓൺലൈൻ ഇങ്ങനെ പഠിച്ചിട്ട് ഒരുപാട് പേര് ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ ഞാൻ ഓൺലൈൻ പോലും അല്ല. കാരണം അത്രയും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് അത്രയും നല്ലപോലെ പഠിക്കണം എന്നായിരുന്നു തുടങ്ങിയത്. അപ്പം വിഭൂതി അറോറ എന്ന് പറയുന്ന ഒരു ഫേസ് യോഗ ഇൻസ്ട്രക്ടർ അടുത്ത് പോയിട്ടാണ് അവരുടെ കോഴ്സ് പഠിച്ച് സർട്ടിഫിക്കറ്റ് മേടിച്ച് എന്നിട്ടാണ് പുള്ളിക്കാരത്തി ഇത് നമ്മുടെ നാട്ടിൽ ഒരു കോഴ്സായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആരാണ് ഈ വിഭൂതി അറോറ? നമുക്കതൊന്ന് നോക്കാം. പഠിച്ച ആള് ഇവരാണല്ലോ, അപ്പൊ പിന്നെ അവരെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കാൻ നന്നായിരിക്കുമല്ലോ. അതുകൊണ്ട് ആരാണ് വിഭൂതി അറോറ? ഗൂഗിളിൽ വെറുതെ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദാണ്ട് ഇങ്ങനാണ് പുള്ളിക്കാരത്തിയെ വരുന്നത്. ബ്യൂട്ടി ആൻഡ് വെൽനസ് എന്റർപ്രണർ, ബെസ്റ്റ് നോൺ ആസ് ഫേസ് യോഗ എക്സ്പേർട്ട് ആൻഡ് ഫൗണ്ടർ ഓഫ് ഹൗസ് ഓഫ് ബ്യൂട്ടി ഇന്ത്യ. ഇവർ 2019 ഈ ഹൗസ് ഓഫ് ബ്യൂട്ടി എന്ന് പറയുന്ന സാധനം ലോഞ്ച് ചെയ്യുന്നത്. ഈ ബ്രാൻഡിന്റെ അണ്ടറിൽ 120+ പ്രോഡക്ട്സ് ഉണ്ട്, കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവർ ഈ ബ്യൂട്ടി പ്രോഡക്ട്സും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് മാർക്കറ്റ് ചെയ്യുന്നു. അവിടെ പോയിട്ടാണ് പാർവതി ഇത് പഠിച്ച് സർട്ടിഫൈ ആയത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിഭൂതി അറോറയുടെ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് സർട്ടിഫിക്കേഷൻ മോഡലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രൈവറ്റ് അക്കാഡമി റൺ ചെയ്യുന്നു. അന്നേരം അവരുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നമുക്ക് കോഴ്സ് ചെയ്യാം. അത് പാസ്സാവാം, എഴുതിയൊക്കെ ആയിരിക്കും പാസ്സാവുന്നത്. അന്നേരം അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ആക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആരാണോ എഴുതുന്ന ആ വ്യക്തിക്ക് കൊടുക്കും. ഇതിനെയാണ് പ്രൈവറ്റ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ സർട്ടിഫിക്കേഷന് നമ്മൾ ഗവൺമെന്റ് അതോറിറ്റി തരുന്ന സർട്ടിഫിക്കേഷൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ വകുപ്പ് ഫേസ് യോഗയിൽ മാത്രമല്ല നിലനിൽക്കുന്നത്,
മേക്കപ്പ് അക്കാഡമീസ് ഉണ്ട്, ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയി പഠിക്കുകയാണെങ്കിൽ അവരെല്ലാം ഇതുപോലെയുള്ള പ്രൈവറ്റ് സർട്ടിഫിക്കറ്റ്സ് തരും. ഇത് ഫേസ്ബുക്കിൽ മാത്രമല്ല, കുറേ മേഖലകളിൽ ഇത് സംഭവം സെയിം സാധനം ഉള്ളതാണ്. ഇത് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യവുമല്ല. ഇതൊരു മെഡിക്കലോ ലൈസൻസ്ഡ് പ്രൊഫഷനോ ആണെന്ന് ക്ലെയിം ചെയ്തുകൊണ്ട് അവർ വരാത്ത പക്ഷം ഇതൊരു ഇല്ലീഗൽ മെത്തേഡ് അല്ല. അങ്ങനെ വരാത്ത പക്ഷം ഒരു സർട്ടിഫൈഡ് ഫേസ് യോഗ ട്രെയിനർ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് മിനിസ്ട്രി ഓഫ് ആയുഷോ മെഡിക്കൽ കൗൺസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയോ ആണ് ഇവർക്ക് ഈ സർട്ടിഫിക്കേഷൻ നൽകിയതെന്ന് തെറ്റിദ്ധരിക്കരുത്. അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും കാര്യം പറഞ്ഞത്. ഇത് വിഭൂതി അറോറയുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തു, അവർ കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, ഞാനിതിനെ വില കുറച്ച് കാണുമെന്നും പാർവതി വിചാരിക്കരുത്. ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്തതാണെന്ന് മാത്രം കരുതുക. ആൻഡ് ഈ വിഭൂതി അറോറയുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി MBA എടുത്തിട്ടുണ്ട് UK നിന്ന്. അതൊരു ബിസിനസ് ഫീൽഡിലാണ് MBA എടുത്തിട്ടുള്ളത്, മെഡിക്കൽ ഫീൽഡ് അല്ല. അത് കഴിഞ്ഞ് പുള്ളിക്കാരത്തിക്ക് ഈ ആയുഷിന്റെ യോഗ സർട്ടിഫിക്കേഷൻ ഉണ്ട്, അത് ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. പുള്ളിക്കാരത്തിക്ക് ഒരു ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് യോഗ സർട്ടിഫിക്കേഷൻ ഉണ്ട്. അത് വെച്ചിട്ട് ഇവർക്ക് യോഗ ട്രെയിൻ ചെയ്യാം. പക്ഷെ ഈ സെയിം സർട്ടിഫിക്കേഷൻ വെച്ചിട്ട് ഫേസ് യോഗ ചെയ്യാൻ പറ്റൂല. അത് ഗവൺമെന്റ് കൊടുത്തതാണെന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റൂല. പിന്നെ ഇവരൊരു കോസ്മെറ്റോളജി കോഴ്സ് ഫ്രാൻസിൽ പോയി പഠിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ, ഈ കോസ്മെറ്റോളജി കോഴ്സ് പഠിച്ച ഇതും ഈ യോഗ പഠിച്ചിട്ടുള്ള ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇവര് ഡെവലപ്പ് ചെയ്ത് ഇവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഫേസ് യോഗ കോഴ്സാണ് ഇത്. അതാണ് നമ്മുടെ പാർവതി പോയി പഠിച്ചിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ അവിടെ പോയി പഠിക്കുന്നുണ്ട്. ഇതും നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിന്റെ കൂട്ട് ഭൂമിക തക്കാളി ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി പുള്ളിക്കാരത്തിയുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഫോം ചെയ്തെടുത്ത ഒരു മെത്തേഡാണ്. മേ ബി അതിനകത്തുനിന്നും ഒക്കെ ചൊരണ്ടിയിട്ടായിരിക്കും ഈ വിഭൂതി അറോറയും ഈ സാധനം ഉണ്ടാക്കിയേക്കുന്നത്. ഈ പുള്ളിക്കാരത്തിയുടെ ഈ റിസർച്ച് എന്ന് പറയുന്നത് ഒരു ലാർജ് സ്കെയിൽ ക്ലിനിക്കൽ റിസർച്ച് നടത്തി അങ്ങനെ ഒരു 100% റിസൾട്ട് ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് അതൊരു ജേണലായിട്ട് പബ്ലിഷ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തെടുത്ത ഒരു സംഭവമൊന്നും അല്ല. ഇതാദ്യം മനസ്സിലാക്കുക. ഇത് അവരൊരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് അവരുടെ യോഗയിലുള്ള അറിവ് അല്ലെങ്കിൽ കോസ്മെറ്റോളജിയിലുള്ള അറിവൊക്കെ വെച്ചിട്ട് അവര് രൂപപ്പെടുത്തിയെടുത്ത ഒരു കോഴ്സ്. ഓക്കെ, പാർവതിയുടെ ബാക്കി വീഡിയോ കാണാം. അപ്പം അങ്ങനെ ഞാൻ ചെയ്ത് തുടങ്ങി. ഞാൻ കുറച്ചാൾ പ്രാക്ടീസ് ചെയ്ത് അതിനുശേഷം കഴിഞ്ഞൊരു 8 മാസമായിട്ട് ഞാൻ ഒരു 1000കണക്കിന് ക്ലയൻസിന് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് എൻ്റെ അടുത്ത് വന്ന് പഠിക്കുന്നവരുണ്ട്. 1000കണക്കിന് സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്നു എന്നാണ് പറയുന്നത്. പാർവതിയുടെ എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ്സിന് 2100 രൂപയും കണ്ടാണ്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ പ്രൊഫൈലിൽ 10,000+ എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. കണ്ട 10,000+ റിയൽ ട്രാൻസ്ഫോർമേഷൻ. ഈ 10,000 × 2,000 ഒക്കെ കൂട്ടുമ്പോഴത്തേക്ക് 2 കോടി അടുത്തൊക്കെ വരും. അങ്ങനെയൊന്നും വെറുതെ പോലും എഴുതി വെക്കരുത്. കാര്യം ഇങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ED ഒക്കെ കയറി വരും. ടാക്സ്. അതൊരു 0 അറിയാതെ കാണാൻ വീണതാണെങ്കിൽ അത് മാറ്റുന്നത് നന്നായിരിക്കും. പണ്ടൊരു പുള്ളിക്കാരത്തി ഇതുപോലെ മാറ്റിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞ. അപ്പോൾ കഴിഞ്ഞ ഒരു 1 വീക്കായിട്ട്, ഇതുവരെ ഇല്ലാതെ കഴിഞ്ഞൊരു 1 വീക്കായിട്ട് മിസ്റ്റർ ചന്ദ്രശേഖർ രമേശ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു വീഡിയോ ചെയ്യുകയും അതിന് പിന്നാലെയായിട്ട് ഒരുപാടധികം ആളുകൾ യൂട്യൂബിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുകയും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് അവരുടെ പാർട്ട് ഓഫ് ജോബ് ആയിരിക്കും, ബട്ട് ഇറ്റ്സ് ഫൈൻ. പക്ഷേ എന്ത് തട്ടിപ്പാണ് ഞാൻ നടത്തുന്നത് എന്നാണ് എനിക്കറിയേണ്ടത്. കാരണം ഒരിടത്ത് പഠിച്ച് സർട്ടിഫൈഡ് ആയ ഒരാൾ ഒരു ഫേസ് യോഗ എന്നൊരു ക്ലാസ്സസ് എടുക്കുന്നു. അത് പഠിച്ചിട്ട് മാത്രമാണ്. ഞാനിപ്പം സർട്ടിഫൈഡ് ഒന്നും ആവാതെ ഞാൻ വന്ന് ക്ലാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഓക്കെ, ഞാൻ ചെയ്യുന്ന ഒരു ഉഡായിപ്പ് പരിപാടിയാണ്, ഞാൻ ചെയ്യുന്ന ഒരു തട്ടിപ്പാണെന്നുള്ളത്. ഓക്കെ, അതിന്റെ ഒരു മറുപടി ഞാൻ പറയാം. പാർവതിയുടെ ഈ ഒരു പോസ്റ്ററിനകത്ത് പാർവതി കണ്ട് എഴുതി പിടിപ്പിച്ചിരിക്കുന്ന ഒരു സാധനം കണ്ട, സെലിബ്രിറ്റി സർട്ടിഫൈഡ് ഫേസ് യോഗ ട്രെയിനർ. എന്തുവാ പാർവതി സെലിബ്രിറ്റി സർട്ടിഫൈഡ് ഫേസ് യോഗ ട്രെയിനർ എന്ന് പറഞ്ഞാൽ? ഏത് സെലിബ്രിറ്റി? വിഭൂതി അറോറയായിട്ട് സെലിബ്രിറ്റി ആയിട്ട് കണ്ടിട്ട് പുള്ളിക്കാരത്തെ സർട്ടിഫൈഡ് ഫേസ് യോഗ ട്രെയിനർ എന്നാണോ? ഇത് ഇങ്ങനത്തെ ഒരു ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സെലിബ്രിറ്റി സർട്ടിഫൈഡ് ഫേസ് യോഗ ട്രെയിനർ. എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു ടെർമിനോളജി അല്ലെങ്കിൽ ആ ഒരു സംഭവം. ഒന്ന് പറഞ്ഞത് നന്നായിരിക്കും. ഇനി പാർവതി ചോദിച്ച ചോദ്യത്തിലോട്ട് വരാം. ഇതൊരു സ്കാം ആണെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം പാർവതി ഇവിടെ ഇല്ലീഗലായിട്ടല്ല ഈ ഒരു കോഴ്സ് നടത്തുന്നത്. പാർവതിക്ക് ഇത് നടത്താനുള്ള എല്ലാ അവകാശവും ഇവിടെ ഉണ്ട്. പക്ഷേ ഈ പഠിച്ചു എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് അത് സയന്റിഫിക്കലി പ്രൂവൺ അല്ലാത്തൊരു സാധനമാണ്. എനിക്ക് തോന്നുന്നു സ്റ്റിൽ അത് റിസർച്ചിലിരിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവുമോ എന്നുള്ളത്. ഇപ്പം പാർവതി പറയുന്നു ഇത് ചെയ്താൽ മാറ്റം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ പാർവതിയുടെ ക്ലയൻസിന് റിസർച്ച് നടത്തിയിട്ട് ഒരു ജേണൽ പാർവതി അങ്ങ് പബ്ലിഷ് ചെയ്യും. ഈ ഒരു സംഭവം ഇവിടെ മാറി കിട്ടും. പാർവതി ഇത് പ്രൂവ് ചെയ്യാണ്, ഇത് സയന്റിഫിക്കലി ശരിയായിട്ടുള്ള കാര്യമാണ്, അതിന്റെ എവിഡൻസ് പാർവതി കൊടുക്കുകയാണ്. ഈ ലോകത്തിന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭാവനയായിരിക്കും അതെങ്കിൽ പാർവതിക്ക് സ്വന്തമായിട്ട് റിസർച്ച് നടത്തൂ. അതൊന്നും ബേസിക്കലി നടക്കുന്ന കാര്യമല്ല. അത് വിട്, നമ്മളിത് ഇത്രേ പറയുന്നുള്ളൂ. ഇതിന് എവിഡൻസ് ഇല്ല. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ മാറും, അത് ഒരു പ്രൂഫും ഇല്ല.
ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാർവതി പല രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്തു എന്ന്. അത് ഞാൻ ഇപ്പോഴും പറയുന്നു. താൻ കഷ്ടപ്പെട്ട് ഡയറ്റ് എടുത്ത് വണ്ണം കുറച്ച ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് ഫേസ് യോഗ കാരണം ഉണ്ടായ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാനിപ്പുലേഷൻ എന്നല്ലാതെ അല്ലെങ്കിൽ പറ്റിപ്പ് അല്ലെന്നല്ലാതെ എന്ത് പേരിൽ നമുക്ക് വിളിക്കാൻ പറ്റും? അതാണ് പറ്റിപ്പ്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ അത്? കണ്ട, പാർവതിയുടെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് വണ്ണം കുറയും. 190 കിലോയുള്ള ഡബിൾ ചിഹ്നമുള്ള ഒരു പുള്ളിക്കാരൻ ചിലവും വരും. ഓക്കെ, വണ്ണം കുറയ്ക്കാൻ താല്പര്യമില്ല, ഫേസിന്റെ വണ്ണം മാത്രം കുറച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വന്ന് പാർവതിയുടെ കോഴ്സ് ഇരുന്ന് കഴിഞ്ഞാൽ പാർവതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുള്ളിയുടെ വണ്ണം കുറയ്ക്കാതെ ഫേസിന്റെ വണ്ണം കുറയുമോ? ഇതാണ് ഞാൻ പറഞ്ഞ മാനിപ്പുലേഷൻ എന്ന്. ഈ പാർവതി ഇട്ട ഈ വീഡിയോയുടെ അടിയിൽ തന്നെ ഒരു ഡോക്ടർ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരന്റെ കമന്റ് കണ്ടായിരുന്നോ? ഞാനൊന്ന് വെക്കാം, കണ്ടില്ലെങ്കിൽ. ദ ലിവർ ഡോക്ടർ പുള്ളിയാണ് കമന്റ് ഇട്ടേക്കുന്നത്. ഹലോ പാർവതി, അൺഫോർച്ചുനേറ്റ്ലി യു ഹാവ് ബീൻ ഫൂൾഡ് ബൈ ദി സോ കാൾഡ് സർട്ടിഫിക്കറ്റ് കോഴ്സ്. There is nothing scientifically possible called face yoga. It's not even real thing. ഒരു ഡോക്ടറാണ് വന്ന് പറയുന്നത്. ഞാൻ ഡോക്ടറോ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര മെഡിക്കലി നോളജ് ഉള്ള വ്യക്തിയാണെന്ന് പറയുന്നത്, പക്ഷെ ഒരു ഡോക്ടറാണ് വന്ന് പറയുന്നത്. The gentle face massage such as natural face, everything that is claimed beyond a gentle face massage, natural facelift, botox replacement, nose reshaping, wrinkle reversal, lymphatic detox is all marketing dressed as a medicine and in the hand of monetized influencers such as yourself without clinical accountability. It fits squarely within a definition of modern healthcare quackery. ഈ കോക്കറി എന്ന് പറയുന്ന വാക്ക് നിങ്ങൾക്ക് വലിയ പരിചയം ഉണ്ടാവത്തില്ല, പക്ഷെ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പറ്റിക്കുക എന്നുള്ളതാണ്. കോക്കറി ഈസ് എ പ്രൊമോഷൻ ഓഫ് ഫ്രോഡുലന്റ്, unproven or inefficient medical practice often driven by a desire of financial gain rather than a patient health. ഒരു ഡോക്ടറാണ് പറയുന്നത് ഇതൊരു ഫ്രോഡ് പരിപാടിയാണ്, ഞാനല്ല. I suggest you realize this better and sooner so that you can stop misleading your followers through this quackery. അതിന്റെ അടിയിൽ പാർവതി വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്, what if I prove you wrong in some cases doctor? In some cases doctor എന്നാണ്. തനിക്ക് പോലും ഉറപ്പ് തരാൻ പറ്റുന്നില്ല എല്ലാ കേസസിലും എനിക്കിത് പറ്റും എന്നുള്ളത്. ഇൻ സം കേസസിൽ എന്നാണ്. ഇതിനകത്തൊരു സയന്റിഫിക് സ്റ്റഡി നടത്തി ഈ പറയുന്ന വാദങ്ങളെല്ലാം കള്ളത്തരമാണെന്ന് പാർവതിക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്ക്. നമ്മളെല്ലാവരും അപ്രിഷിയേറ്റ് ചെയ്യും. ഈ പറഞ്ഞ ഞാനടക്കം പാർവതിക്ക് ഫ്രീ പ്രൊമോഷനായിട്ട് വീഡിയോ ചെയ്തു തരും. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പ്രൊമോഷൻ ചെയ്യും. അതിന്റെ ആവശ്യമൊന്നും പാർവതിക്കില്ലെന്ന് അറിയാം, കാര്യം അത്യാവശ്യം ഫോളോവേഴ്സും വ്യൂവർഷിപ്പും ഒക്കെ ഉള്ള വ്യക്തിയാണ്. ഓക്കെ, എന്നാൽ പോലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ മാറ്റി പറയും. എനിക്ക് തെറ്റുപറ്റി, പാർവതി ആയിരുന്നു റൈറ്റ് എന്ന് ഞാൻ പറയും. ഒരു ഡോക്ടറാണ് ഇവിടെ എന്ന് പറയുന്നത് ഇത് ഒരു റൈറ്റ് ആയിട്ടുള്ള മെത്തേഡ് അല്ല, ഇതൊരു ഉഡായിപ്പാണ് എന്ന്. പാർവതിയെക്കാളും എന്നെക്കാളും മെഡിക്കലി ക്വാളിഫൈഡും എക്സ്പീരിയൻസും ആയിട്ടുള്ള ഒരു വ്യക്തി വന്ന് പറയുമ്പോൾ നമുക്ക് അത് വിശ്വസിക്കണോ അതോ പാർവതി പറയുന്നത് വിശ്വസിക്കണോ? പാർവതി തന്നെ പറ. രണ്ടാമത്, ഞാൻ മാത്രമല്ല ഫേസ് യോഗയുടെ ക്ലാസ്സസ് എടുക്കുന്ന ആൾക്കാർ, എസ്പെഷ്യലി കേരളത്തിൽ. എന്തുകൊണ്ട്? വൈ ഒൺലി മീ? ഇതൊരു ചോദ്യമല്ലേ? എനിക്കൊന്ന് നിങ്ങൾ ഈ പലവരും അത് ചോദിച്ചിട്ടുമുണ്ടാകും. പാർവതി കൃഷ്ണ മാത്രമല്ല ഇവിടെ ക്ലാസ് എടുക്കുന്നത്. മേ ബി ഞാൻ 1-2 സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടാണോ? അതെനിക്കറിയില്ല. അത് ഫേസ് യോഗ എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അത് പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ കുറച്ചുകൂടെ ഫേസ് യോഗ ക്ലാസ് വന്നു തുടങ്ങി. ഇനി അതുകൊണ്ടാണോ? എന്നാലും എനിക്കറിയണം. ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ് അതറിയാനായിട്ട്. വൈ ഒൺലി മീ? ബിക്കോസ് ഐ ആം ഗെറ്റിംഗ് ടാർഗറ്റഡ്. ഐ ആം ദ ഓൺലി വൺ ഗെറ്റിംഗ് ടാർഗറ്റഡ്. അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ ഫേസ് യോഗ ക്ലാസ്സും എല്ലാവരും നിർത്തട്ടെ. ഞാൻ പഠിപ്പിച്ച വിഭൂതികരവർ അവരുടെ ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവർ നിർത്തട്ടെ. അവര് ലക്ഷക്കണക്കിന് ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം നിർത്തട്ടെ. ലോകത്ത് എത്രയോ ആൾക്കാരുണ്ട്. ഫുമിക്ക് തുടങ്ങി ഇങ്ങോട്ട് എല്ലാവരും നിർത്തട്ടെ. വൈ ഒൺലി മീ? വൈ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു? നമ്മൾ എവിടെ ഇരുന്ന് ഭൂമിക ചേച്ചിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക ചേച്ചിക്ക് വല്ലതും മനസ്സിലാവോ? ഭൂമിക എന്നെ നിർത്തിട്ട് പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലതും മനസ്സിലാവോ? അല്ലെങ്കിൽ ഈ പറയുന്ന അറോറ ചേച്ചി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവോ? ഇല്ല. സീരിയസ്ലി ഞാൻ ഇവിടെ പറയുന്ന ഒരു കാര്യം, ഇത് പാർവതി നിർത്തിയിട്ട് പോകാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല. എനിക്ക് എന്റെ ഓഡിയൻസിനോട് ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതിനുവേണ്ടി ചെയ്യുന്നതാണ്. അല്ലാതെ പാർവതിയുടെ തട്ടിപ്പ് നടത്തിയൊന്നും പറയുന്നില്ല. ഫേസ് യോഗ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റിലാക്സേഷനും ഭയങ്കര ഒരു രസമൊക്കെ ഉണ്ടാകൂടെ, അതുള്ള കാര്യമാണ്. എനിക്ക് സൈനസ് വരുന്നൊരു വ്യക്തിയാണ്. ഞാൻ ഇങ്ങനെ മസാജ് ചെയ്യാറുണ്ട് പയ്യെ, അല്ലെങ്കിൽ അമ്മയെ കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ തലയൊക്കെ ഇങ്ങനെ ടിങ്ങിനാക്കാറുണ്ട്. അന്നേരം നമുക്ക് കിട്ടുന്ന ഒരു വല്ലാത്തൊരു രസമുണ്ട്. അത് അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഈ സാധനം ചെയ്തത് നല്ലതാണ്. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ദോഷം ഉണ്ടാക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങൾ അതാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ഒരു ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ ഒരു മിസ്ലീഡിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. എന്തുകൊണ്ട് പാർവതി മാത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു ആർ എ സെലിബ്രിറ്റി. തനിക്ക് തന്റേതായിട്ടുള്ള ഒരു ഫേസ് വാല്യൂ ഉണ്ട്, തനിക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. എല്ലാ സെലിബ്രിറ്റീസിനും ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇദ്ദേഹം വന്ന് ഇത് ചെയ്തു കഴിഞ്ഞാൽ
അപ്പൊ ശരിയായിരിക്കും. പണ്ട് മമ്മൂട്ടിയുടെ ഒരു കേസ് അറിയാവോ? ഒരു സോപ്പ് തേച്ച് കഴിഞ്ഞാൽ വെളുക്കൊന്നും പറഞ്ഞ് മമ്മൂക്ക പരസ്യം ചെയ്തു. അതിന്റെ അഗൻസ്റ്റ് ആയിട്ട് ഒരു പുള്ളി വന്നിട്ട് ഈ സോപ്പ് തേച്ച് കുളിച്ചിട്ട് പുള്ളി വെളുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിട്ട് പിന്നെ ഒടുവിൽ അങ്ങേർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. ആ സോപ്പിനകത്ത് മമ്മൂക്ക വെളുക്കൊന്നും പറഞ്ഞ് പരസ്യം ചെയ്ത സമയത്ത് എന്തുകൊണ്ട് ആ സോപ്പ് ആളുകൾ വാങ്ങി? മമ്മൂക്കയുടെ കൂട്ട് വെളുപ്പ് എല്ലാവർക്കും കിട്ടും, മമ്മൂക്കായ്ക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്, അല്ലാതെ സോപ്പിന്റെ ഗുണം കൊണ്ടല്ല ആ സോപ്പ് വിറ്റ് പോകുന്നത്. മമ്മൂക്ക പറഞ്ഞതിന്റെ പേരിൽ മമ്മൂക്കയുടെ ക്രെഡിബിലിറ്റിയുടെ പുറത്താണ് ആ സാധനം വിറ്റ് പോകുന്നത്. അപ്പം തന്നെ ഫോളോ ചെയ്യുന്ന തന്റെ ഫോളോവേഴ്സിന് തന്നെയാണ് വിശ്വാസം. പാർവതി പറയുന്നത് കൊണ്ട് ഈ സാധനം ശരിയാണ് എന്നുള്ള ഒരു തോന്നല്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആ ഒരു ഇതാണ് താൻ സെല്ല് ചെയ്യുന്നത്. കൂടാതെ തന്നെ തന്റെ സെലിബ്രിറ്റി ഫ്രണ്ട്സിനെ കൊണ്ട് ഇത് പ്രൊമോട്ടും ചെയ്യിപ്പിക്കുന്നുണ്ട്. ഞാനൊരു വീഡിയോ കാണിക്കാം. ഇത് തന്റെ പേജിൽ പിൻ ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോ ആണ്. സോ ആഫ്റ്റർ ഫേസ് യോഗ എനിക്ക് കിട്ടുന്ന ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട് ആണ് ആ ഒരു പഫിനെസ് ഒക്കെ മാറി. താങ്ക് യു സോ മച്ച് പാരു. ആഫ്റ്റർ ഫേസ് യോഗ എനിക്ക് കിട്ടുന്ന ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട്. എന്താണ് ഇമ്മീഡിയറ്റ് റിസൾട്ട്? അതൊരു ഉടായ്പല്ലേ? ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൂ ആണ്, കിട്ടും. ഇമ്മീഡിയറ്റ് ആയിട്ട് ഫേസ് യോഗ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ വലിയ കമന്റ് ഒന്നും ഇല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. അത് ശരിയാണ്. പക്ഷേ ഇതൊരു കൈൻഡ് ഓഫ് മാനിപ്പുലേഷൻ അല്ലയോ പാർവതി? പാർവതി തന്നെ പറ, ഈ കിട്ടുന്ന റിസൾട്ട് എത്ര സമയം നിൽക്കും? ഒരു 10 ദിവസം നിൽക്കുമോ? ഒരു 5 ദിവസം നിൽക്കുമോ? ഞാനിപ്പോൾ ഒരു ഫേസ് യോഗ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടി ഇമ്മീഡിയറ്റ് ആയിട്ട്, അതൊരു 2 ദിവസം നിൽക്കുമോ? ഇല്ല, നിൽക്കൂല. ഇത് ടെമ്പററി ആണ്. ആ പഫിനെസ് ഒക്കെ പോകും എന്ന് പറയുന്നത് സാധനം ശരിയാണ്. ഈ ലിംബിനകത്ത് ഇട്ട് ഇങ്ങനെ ഇട്ട് കിണ്ടുമ്പോൾ അത് ഫ്ലൂയിഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്തിട്ട് അവിടുത്തെ പഫിനെസ് പോവും. അത് ശരിയാണ്. അത് പക്ഷെ ടെമ്പററി ആണ്. അത് ഒരിക്കലും ഒരു പെർമനന്റ് ആയിട്ടുള്ള മെത്തേഡ് അല്ല. പെർമനന്റ് ആയിട്ട് അതങ്ങനെ നിൽക്കൂല. ഇതൊരു ഗിമിക്കാണ്, ഇതൊരു മാനിപ്പുലേഷൻ ആണ്. കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്റെ സെലിബ്രിറ്റി സുഹൃത്തുക്കളെ യൂസ് ചെയ്ത് ഇങ്ങനെ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് പറയേണ്ടത്? ആൻഡ് വൺ മോർ തിങ് ഞാൻ കാണിക്കാം. ഇത് പാർവതിയുടെ പേജിൽ പാർവതി ഇട്ട ഫോട്ടോ ആണ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒരു ചേച്ചിയുടെ ഫോട്ടോ. നിങ്ങൾ ആ ബിഫോർ ഫോട്ടോ നോക്ക്, അത് ഫോണിന്റെ ബാക്ക് ക്യാം വെച്ചെടുത്ത പിക്കാണ്. ദ സെക്കൻഡ് ഫോട്ടോ നോക്ക്, ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ വെച്ചെടുത്ത പിക്കാണ്. ഈ 2 ഫോട്ടോ എടുത്തിരിക്കുന്ന 2 സാഹചര്യത്തിലാണ് 2 ക്യാമറ യൂസ് ചെയ്തിട്ടാണ്. നമ്മുടെ ഫോണിന്റെ ബാക്ക് ക്യാം വരുന്നത് 23 തൊട്ട് 35 mm വരെയാണ്. ഫ്രണ്ട് ക്യാം വരുന്നത് 15 to 18 mm വരെയാണ്. ഈ 2 രീതിയിലുള്ള ലെൻസ് വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫേസ് സ്ലിമ്മർ ആയിട്ടും വൈഡർ ആയിട്ടും തോന്നും. ഇവർക്ക് മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റമുണ്ട്, ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ 2 ക്യാമറ വെച്ചെടുക്കുന്ന സമയത്ത് ചെറിയ മാറ്റങ്ങളെ തന്നെ എക്സാജുറേറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. ഇവർക്ക് മേ ബി വണ്ണമുള്ള വ്യക്തിയായിരിക്കും, അവർ ഡയറ്റ് ചെയ്ത് വണ്ണവും കുറച്ചിട്ടുണ്ടാവും. അതിന് ആനുപാതികമായി ഫേസിന്റെ വണ്ണവും കുറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഇങ്ങനെ 2 ഫോട്ടോ 2 ക്യാം യൂസ് ചെയ്ത് എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ എക്സാജുറേറ്റഡ് ആയിട്ട് വരും. ആൻഡ് വൺ മോർ തിങ്, ഇതിനകത്ത് ആദ്യത്തെ ഫോട്ടോയുടെ ആംഗിൾ അല്ല രണ്ടാമത്തെ ഫോട്ടോയിൽ കുറച്ച് പൊക്കി പിടിച്ചിട്ടാണ് ഇങ്ങനെ എടുത്തേക്കുന്നത്. ചിന്ന് കുറച്ച് പൊങ്ങിയിരിക്കണം ആദ്യത്തിനകത്ത്, രണ്ടാമത്തിനകത്ത് കുറച്ച് താന്നിരിക്കുകയാണ്. ആഫ്റ്റർ ഫോട്ടോയ്ക്കകത്ത് ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ വെച്ചിട്ടാണ്, സെൽഫി ക്യാമറയാണ്. അതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് ഒരു ബ്യൂട്ടി മോഡ് ഉണ്ടാവും, സ്കിൻ ഗ്ലോ ചെയ്യും, ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈറ്റിങ്ങിലാണ് ആ ഫോട്ടോ എടുത്തേക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ മാനിപ്പുലേഷൻ ഉണ്ട്. ഇത് ഒരുപ്പെട്ട എല്ലാ ബ്യൂട്ടി കണ്ടന്റ് ക്രിയേറ്റേഴ്സും യൂസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഫോട്ടോ, ബിഫോർ ഫോട്ടോ എപ്പോഴും ഡള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ എടുക്കും. ആഫ്റ്റർ ഫോട്ടോ ഭയങ്കര ഗ്ലോയിങ് ആയിട്ടുള്ള, ഭയങ്കര ലൈറ്റ് ഉള്ള, നല്ല കിടിലം, ഭയങ്കര പ്രസന്റബിൾ ആയിട്ട് ആരും കണ്ടു കഴിഞ്ഞാൽ രാവും പകലും പോലെ തോന്നിക്കുന്ന രീതിയിൽ ഫോട്ടോ എടുത്തിടുന്ന ഒരു ഗിമിക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇവർക്ക് മാറ്റം ഇല്ലെന്നല്ല, ഇവർക്ക് മാറ്റമുണ്ട്. ആ മാറ്റം പല രീതിയിലും എക്സാജുറേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ മാറ്റം എങ്ങനെ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഫേസ് യോഗ ചെയ്തിട്ട് വന്നതാണെന്ന്. അവർ പ്രോപ്പറായിട്ട് ഡയറ്റ് എടുത്തിട്ടുണ്ടാവും, എക്സസൈസ് ചെയ്തിട്ടുണ്ടാവും, അവരുടെ വണ്ണം കുറഞ്ഞ സമയത്ത് ഫേസിന്റെ വണ്ണം കുറഞ്ഞു. ഇതാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ്. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എനിക്ക് ലോജിക്കലി അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഒരു ആൻസർ കിട്ടുന്നത്. അല്ലാതെ ചിന്തിക്കുമ്പോൾ എനിക്കതൊരു ലോജിക്കലായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ ഈവൻ ഈ കാണിച്ച ഈ സ്ത്രീ തന്നെ വന്നിട്ട് ചിലപ്പോൾ പറയും, കണ്ട പാർവതിയുടെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് എനിക്കിത് വന്നതെന്ന് പറയുമായിരിക്കും. പക്ഷെ എനിക്കറിയില്ല, അവർ ചിലപ്പോൾ അറിവോട് കൂടിയാണ് പറയുന്നതെന്ന് പോലും എനിക്ക് പറയാൻ പറ്റൂല. അവർക്ക് ചിലപ്പോൾ അതിനുള്ള അറിവ് കാണത്തില്ല, അവർ അൺഅവെയർ ആയിരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന്. പിന്നെ പാർവതി കൃഷ്ണൻ ചോദിക്കുന്ന മറ്റൊരു കാര്യം, എന്തുകൊണ്ട് താൻ മാത്രം ടാർഗറ്റഡ് ആകുന്നു എന്ന്. ഞാൻ ഈ ഫേസ് യോഗ എന്ന് പറയുന്ന ഈ ഒരു വകുപ്പ് കേരളത്തിൽ പ്രാക്ടീസ് ചെയ്ത് കണ്ടിട്ടുള്ളത് തന്നെ മാത്രമുള്ള കാര്യം പറയാം സത്യമായിട്ട്. ഇപ്പൊ യൂട്യൂബിൽ അടിച്ചു നോക്കുമ്പോൾ ഫേസ് യോഗ മലയാളം എന്ന് അടിച്ചു നോക്കുമ്പോൾ ആദ്യം വരുന്ന ഫേസ് തന്നെയാണ്. ഗൂഗിൾ എടുത്ത് നോക്കും, വേറെ ഏതോ 2 ആൾക്കാരോടെ വരുന്നുണ്ട്, പക്ഷെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് വരുന്നത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസിനെ വെച്ച് ആന്റണി പെപ്പെ വെച്ചിട്ട്, സ്വാസിക, പിന്നെ അതുപോലെ തന്നെ ശിവദ, പിന്നെ വേറെ ആരണ്ടൊക്കെ ഉണ്ടല്ലോ, ഇവരെയൊക്കെ വെച്ചിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന
ഒരു കോഴ്സ് തൻ്റെയാണ്. ഇൻസ്റ്റാഗ്രാം തുറക്കുന്ന സമയത്ത് നമ്മൾ ഫേസ് യോഗ വൺസ് അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുറക്കുന്ന സമയത്ത് മുൻപിൽ വരുന്നത് തൻ്റെ ഫേസ് ആണ്. സോ ഫോർ മീ, ബാക്കിയുള്ള കാര്യം എനിക്കറിയത്തില്ല, ഫോർ മീ കേരളത്തിലെ ഫേസ് യോഗയുടെ ഫേസ് തന്നെയാണ്, മനസ്സിലാക്കൂ. ഈവൻ ഈ വീഡിയോയിൽ ഞാൻ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുവാണെങ്കിൽ പോലും ഇത് തനിക്കൊരു പ്രൊമോഷൻ അല്ലേ, താൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് എൻ്റെ ഓഡിയൻസ് ഇങ്ങനെ അറിയുമല്ലേ. ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഓടിപ്പോയി ചെയ്യുന്ന കൂട്ടരാണ് നമ്മൾ മലയാളികൾ. സോ നമ്മുടെ വീഡിയോയിലൂടെ ഒരു ഫ്രീ പ്രൊമോഷനാണ് പാർവതി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്മരണ വേണം. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ ഫേസ് ഇഷ്ടമല്ലാതിട്ടാണോ? ഓക്കെ, നമുക്ക് അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. ചിലർ നമുക്ക് നമ്മുടെ ഫേസ് ഇഷ്ടമാണ്. അപ്പോൾ ഇനി അടുത്ത ഞാൻ സ്റ്റെപ്പിലേക്ക് വെക്കും എന്നുള്ളൊരു പേടി നിങ്ങൾക്കുണ്ടോ? എന്തിനാ പേടി? എന്തിനാ പേടി? നമുക്ക് എന്തിനാ പേടി? എന്റെ കൊച്ചനോ കുഞ്ഞമ്മയോ വല്യമ്മയോ ആരെങ്കിലും ഈ ഫേസ് യോഗ നടത്തുന്നുണ്ടോ? അടുത്ത സ്റ്റെപ്പിലോട്ട് പാർവതി പോകുന്ന സമയത്ത് ഇവരുടെ ബിസിനസ് ഇടിയാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ ആവശ്യം എന്താണ്? അതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. നമ്മളെന്തിനാണ് പേടിക്കണത്? ഇതൊക്കെ എന്റെ ചോദ്യങ്ങളാണ്, ഞാൻ മനസ്സിൽ ചോദിച്ച ചോദ്യങ്ങൾ. ഇതൊക്കെ ഞാൻ വേണ്ടാന്ന് എന്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ എല്ലാവരും പറയുന്നുണ്ട്. അത് വിട്, അതൊക്കെ അവരോട് പറയാതിരിക്കുന്നതല്ല. പക്ഷെ അങ്ങനല്ല, എനിക്കറിയാൻ ഒരു ക്യൂരിയസ് ആയിരുന്നു ഞാൻ. എന്തുകൊണ്ട് ഞാൻ മാത്രം എന്നുള്ളൊരു കാര്യത്തില് തന്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ ഒരു വിഷമം പാർവതിക്ക് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ പേരൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ കഴിഞ്ഞ വട്ടം കമന്റ് ചെയ്ത പോലെ സ്വന്തം ഐ ഡി വേണ്ട, ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് വന്ന് ഇന്ന ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൂടെ നമുക്ക് കുറച്ച് ഫ്രീ പ്രൊമോഷൻ കൊടുക്കാം. എന്ത് പറയുന്നു? സീരിയസ്ലി എനിക്ക് അറിയത്തില്ല വേറെ ആരൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. ഒരു അസ്വി മലയാളം അവരുടെ ഒരു ഫേസ് യോഗ ക്ലാസ് 1-2 കണ്ടു. അവരിത് കോഴ്സായിട്ട് ചെയ്യുന്നുണ്ടോന്ന് അറിയത്തില്ല. യൂട്യൂബിൽ 1-2 വീഡിയോ കണ്ടതല്ലാതെ ഇത് കോഴ്സായിട്ട് ചെയ്ത് സത്യമായിട്ടും കിട്ടുന്നില്ല. ആദ്യം കാണുന്നത് തന്റെ പേരാണ്, താനാണ് ആദ്യം സെർച്ച് വരുന്നത്. പല യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പോയി യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കൂ. മുംബൈ, ഡൽഹിയിലൊക്കെ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അവർ പാർട്ടായിട്ട് ഇത് പഠിപ്പിക്കുന്നുണ്ട്. യോഗയിൽ തന്നെ ഫേഷ്യൽ എക്സസൈസ് എന്ന് പറഞ്ഞ് അവിടെ ചെയ്യിപ്പിക്കുന്നുണ്ട്. യോഗ ചെയ്യുന്നവർക്കാണെങ്കിൽ അതറിയാം. കണ്ട, ഫേഷ്യൽ എക്സസൈസ് എന്നും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഫേഷ്യൽ എക്സസൈസ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്കൊരു റിലാക്സേഷൻ കിട്ടും. അതാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല യോഗ പഠിപ്പിക്കുന്ന ഒരാള് ഓനടാ ഡബിൾ ചിന്നൊക്കെ കുറയും കേട്ടാ എന്നും പറഞ്ഞ് പഠിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യോഗ ചെയ്യുന്ന വിവരമുള്ള ആൾക്കാർ അങ്ങനെ പഠിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി ഈ ഒരു ബ്യൂട്ടി മാർക്കറ്റ് ചെയ്യാൻ, ഫേസ് ബ്യൂട്ടി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യിപ്പിക്കുന്ന യോഗക്കാർ ചിലപ്പോൾ അങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ടാവും. ഞങ്ങളുടെ യോഗ ക്ലാസ്സിൽ വരൂ, നിങ്ങളുടെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കൂ എന്നും പറഞ്ഞ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് മാഴ്സോ ജൂപ്പിറ്റർ ഒന്നും അല്ലല്ലോ, നമ്മുടെ എർത്ത് തന്നെയല്ലേ. അപ്പൊ പിന്നെ എല്ലാ ഉടായ്പകളും ഈ ഭൂലോകത്ത് തന്നെ ഉണ്ടാവും. ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ നിങ്ങൾ ബോട്ടോക്സ് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഫില്ലേഴ്സ് ചെയ്യാൻ പാടില്ല? എനിക്കത് ചെയ്യാൻ താല്പര്യമില്ലാഞ്ഞോണ്ട് ഞാൻ നാച്ചുറൽ ടെക്നിക്കൽ വഴി ഞാൻ നോക്കിയതാണ്. എവിടെയെങ്കിലും ഞാൻ പറഞ്ഞോ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, നിങ്ങൾ ഡയറ്റ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല, പാർവതി പറഞ്ഞിട്ടില്ല ഒരു ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുമെന്ന്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയാം. ആ ഫ്രണ്ടിൽ പിൻ ചെയ്തിട്ടേക്കുന്ന സ്വാസികയുടെ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഒന്നെങ്കിൽ അത് അൺപിൻ ചെയ്ത് കളയുക അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളയുക. അതിനകത്ത് പറയുന്നത് ഇമ്മീഡിയറ്റ് റിസൾട്ട് എന്നാണ്. ഇത് കാണുമ്പോൾ എത്ര ആൾക്കാർ മാനിപ്പുലേറ്റഡ് ആവും. ഇമ്മീഡിയറ്റ് റിസൾട്ട് എന്നാണ് പറയുന്നത്. ഇമ്മീഡിയറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞ് വരുന്ന എല്ലാം ഉടായിപ്പാണ്. അത് ഇനിയും പറയും. അത് വറയുടെ കാര്യമല്ല പറഞ്ഞത്. ഇപ്പൊ ഒരു സോപ്പ് തേച്ച് കുളിക്കുമ്പോഴത്തേക്ക് അത് കൈ വെളുക്കുമെന്നും പറഞ്ഞ് വരുന്നത് അത് ഉടായിപ്പാണ്. ഇപ്പൊ ഒരു ഗാർ സോപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, 2 സൈഡിൽ 2 ഷെയ്ഡുള്ള ഐറ്റം. അത് വെച്ചിട്ട് കുളിച്ചു കഴിഞ്ഞാല് പാല് പോലെ വെളുക്കും എന്നാണ് പറയുന്നത്. ഇമ്മീഡിയറ്റ് റിസൾട്ടാണ്. കുളിക്കുന്ന അന്ന് തന്നെ വെളുക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് ഓരോന്ന് വരുന്നത്. ഇങ്ങനെയൊക്കെ വരുന്ന എല്ലാ ഉടായിപ്പുകളാണ്, ഉള്ള കാര്യം പറയല്ല. ആ ഇമ്മീഡിയറ്റ് റിസൾട്ടിന്റെ വീഡിയോ പറ്റുമെങ്കിൽ ഒന്ന് റിമൂവ് ചെയ്ത് പറഞ്ഞാൽ അത് ഭയങ്കര മാനിപ്പുലേറ്റഡ് ആണ് കേട്ടോ. നിങ്ങൾ വേറെ സ്ട്രെങ്ത് വർക്കൗട്ട് ഒന്നും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു. Did I tell you like that? Did I? സോ ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് പല പോസ്റ്റുകൾ വരുന്നുണ്ട്. ഇത്രയും ദിവസവും കുറേയൊക്കെ വേണ്ടാന്ന് വെച്ചിരുന്നതാണ്. ഇനി ഒരു പോയിന്റ് കൂടെ, ഇത് ഇത്രയും നിങ്ങൾ സൈബർ അറ്റാക്ക് ചെയ്യുന്നു, കാര്യങ്ങൾ അറിയാതെ പല കാര്യങ്ങളും ചെയ്യുന്നു. ഇവിടെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദി നിങ്ങൾ എങ്ങനെയായിരിക്കും അത് ബ്ലെയിം ചെയ്യാൻ പോകുന്നത്? വിക്ടിം കാർഡ് ഇറക്കല്ലേ. ഇത് സ്ഥിരം പരിപാടിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഉടനെ വന്ന് ഇങ്ങനെ ഒരു വിക്ടിം കാർഡ്. ഇത്രയും മെച്ചൂർഡ് ആയിട്ട് ഇത്രയൊക്കെ യോഗയൊക്കെ ചെയ്ത് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് കേൾക്കേണ്ട സാധനമാണ് ഇത് കേൾക്കുന്നത് നമ്മൾ. ഇപ്പൊ താങ്കൾ ഈ യോഗയൊക്കെ ചെയ്തതുകൊണ്ട് യാതൊരു ഗുണമില്ലെന്ന് താങ്കൾ തന്നെ പ്രൂവ് ചെയ്തോണ്ടിരിക്കുകയല്ലേ. പ്രോപ്പർ ആയിട്ടുള്ള ക്രിറ്റിസിസം വരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓരോരുത്തർ ചോദിക്കുന്ന സമയത്ത് അതിന് ഇങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യുന്നത്? ഒരു വിക്ടിം കാർഡ് ഇറക്കി ബാക്കിയുള്ളവരെ ബ്ലെയിം ചെയ്യുന്ന രീതിയിലാണോ ഹാൻഡിൽ ചെയ്യുന്നത്? ഇതിവിടെ ഒരു ഇമോഷണൽ തരംഗം ഉണ്ടാക്കിയിട്ട്
ചോദിക്കുന്നവനെ എന്റെ ഫാൻസ് പോയി അറ്റാക്ക് ചെയ്യണം, കണ്ടോ അവന്മാരെല്ലാം കൂടെ എന്നെ വന്ന് സൈബർ ബുള്ളി ചെയ്യാണ്, ചോദിക്കുന്നവരെ നീ പോയി അറ്റാക്ക് ചെയ്യ് എന്നുള്ള തരത്തിലോട്ട് തന്റെ ഓഡിയൻസിനകത്തോട്ട് ആഹ്വാനം ചെയ്യുന്ന പോലെയാണ് ഈ ഒരു സാധനം കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ആരാണ് സൈബർ ബുള്ളി ചെയ്തിട്ടുള്ളത് തന്നെ എനിക്കറിയില്ല. ഇതിനെ സൈബർ ബുള്ളിങ് എന്നാണോ പറയണേ? അപ്പൊ പിന്നെ നമുക്ക് ഒന്നിനെ പറ്റി സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ ഇതിന്റെ സൈബർ ബുള്ളിങ് എന്ന് പറയുവാണെങ്കിൽ. അവിടെ നഷ്ടപ്പെടുന്നത് എന്റെ ഫാമിലിക്ക് മാത്രമാണ്, നിങ്ങൾക്ക് ആർക്കും അല്ല അല്ലേ? ഇവിടെ ഇപ്പം എനിക്ക് ചിലപ്പം എനിക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ വരുമായിരിക്കും, അല്ലെങ്കിൽ അവർ കുറച്ച് ദിവസം ഇങ്ങനെ കരയുന്നൊക്കെ പറയാം. അങ്ങനല്ല, എന്തൊരു മാനിപ്പുലേഷനാ പാർവതി ഇത്. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് വാലിഡ് ആണല്ലേ? ആരെങ്കിലും വാലിഡ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദിച്ചാ അതിനെപ്പറ്റി ഒന്നും പറയണ്ട. ഫാമിലിയെ പിടിച്ചിടുന്നു, എനിക്കെന്തെങ്കിലും പറ്റിയാൽ എന്ത്? ഇത് സീരിയസ്ലി മാസ്റ്റർ വിക്ടിം കാർഡ് ഇറക്കുന്ന പരിപാടി അല്ലേ? നിങ്ങൾ മെന്റലി ഒരാളെ ഹറാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? മെന്റലി ഹരാസ് ചെയ്യുന്നു, സീരിയസ്ലി. അല്ല, എന്തിനാണ് ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്? ഈ ഫേസ് യോഗ ചെയ്യുമ്പോൾ റിലാക്സ് ആവും എന്നുള്ള കാര്യം ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ വെറുതെ ഇട്ടും ഫേസിൽ മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിലാക്സേഷൻ ഒക്കെ ഉണ്ടാവും. ഇത് റെഗുലർ ആയിട്ടൊക്കെ ചെയ്യുന്ന ഇത്ര റിലാക്സ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് വന്നിരുന്ന് പറയുന്നതെന്ന് ആലോചിക്കണം. ഈ ചോദ്യങ്ങളെയൊക്കെ ഇങ്ങനെ ലൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പൊ പിന്നെ ഞാൻ എന്റെ ഫേസ് യോഗ ചെയ്ത് ആൾക്കാരിലോട്ട് റിലാക്സേഷൻ ഒക്കെ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും? മനസ്സിലാവണില്ല. സോ സാഡ്. കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള റിപ്ലൈ പാർവതിയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ചു, ബട്ട് ഡിസപ്പോയിന്റഡ്. ഇത്രയും ദിവസം ഞാൻ ശരിക്കും വേണ്ടാന്ന് വെച്ചിരുന്നത്, ഇതൊന്നും ഞാൻ പറയണ്ടെന്ന് വെച്ചിരുന്നത്. ഞാൻ കുറച്ചു മുന്നേ കൂടെ ഒരു ലൈവ് വന്നിരുന്നതാണ്, അപ്പോഴൊക്കെ ഞാൻ വിട്ടിരുന്നതാണ്. പക്ഷെ അവിടെ ഇവിടെയൊക്കെ ആവശ്യമില്ലാത്ത കുറെ പണിയില്ലാത്തവന്മാര് കുറെ സാധനങ്ങൾ ചെയ്യുന്നു, കുറെ പണിയില്ലാത്തവന്മാര് കയ്യിലൊരു ഫോൺ ഉണ്ടെന്ന് കരുതിയിട്ട് എന്ത് തോന്നിയാസം എഴുതാന്നുള്ള സാധനമാണെങ്കിൽ ഇനി അത് നടക്കത്തില്ല. ഞാൻ എന്തായാലും ലീഗലി മൂവ് ചെയ്തൊരു കാര്യം തന്നെയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അപ്പം നോക്കാം. ഓക്കെ, പാർവതിയെ പറ്റി തോന്നിവാസം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലീഗലി മൂവ് ചെയ്യണം. ഫുൾ സപ്പോർട്ട്. ഇല്ലാ കഥകൾ പറഞ്ഞു നടക്കുന്നവരെ അങ്ങനെ വെറുതെ ഇടാൻ പാടില്ല. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നവരുടെ വായ അടപ്പിക്കാനാണ് ഈ പറയുന്നതെങ്കിൽ അത് ശരിയായിട്ടുള്ള പരിപാടിയല്ല. ആൻഡ് നമ്മൾ ആരും സൈബർ ബുള്ളി ചെയ്തിട്ടില്ല. ആ ഒരു ഗ്രൂപ്പിൽ ഞാൻ പെടുമെങ്കിൽ ഞാൻ സൈബർ ബുള്ളി ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറിയോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ലീഗലി എനിക്കെതിരെ പോകാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ നോ ഇഷ്യൂസ്, തനിക്ക് പോകാം. ഇനി ഈ വീഡിയോ കണ്ടിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ലീഗലി പോവാണെങ്കിൽ ഓക്കെ, ഗോ ഹെഡ്. എന്താണെങ്കിലും 1-2 പേര് അത് ഫണ്ണി ആയിട്ടൊക്കെ ചെയ്തത്. അത് ഫണ്ണി ആയിട്ടുള്ള സാധനം നമുക്ക് ഫണ്ണി ആയിട്ട് എടുക്കാം. പക്ഷേ ഈ ഉടായിപ്പ്, തട്ടിപ്പ് എന്നുള്ള വാക്കുകൾ അങ്ങനെയുള്ളവരെ പോയി വിളിക്കാം, അങ്ങനെ ചെയ്യുന്നവരെ പോയി വിളിക്കാം. എന്നെ അങ്ങനെ വിളിക്കാൻ ഒരു റൈറ്റ്സും ഞാൻ ആർക്കും കൊടുത്തിട്ടുമില്ല. ഇനി ആവശ്യമില്ലാതെ ഒരു പോസ്റ്റോ ഓരോ സാധനം വന്ന ഇത് എന്നെ കൊണ്ട് പറ്റാവുന്ന അത്രയും ഞാൻ പോവും, എന്നെ കൊണ്ട് പറ്റാവുന്ന അത്രയും ഞാൻ മൂവ് ചെയ്യും. എൻ്റെ ക്ലയൻസിനെ അറിയാം ഞാൻ എന്താണ് ക്ലാസ് ചെയ്യിപ്പിക്കുന്നത്, അവർക്ക് എന്താണ് റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളത്. അവർ തന്നെയാണ് എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇത് ഒരുപാട് പേര് ഇതിനെപ്പറ്റി സംസാരിക്കുന്ന പോലും ഇല്ല. ഈവൻ ഫേസ് യോഗ ക്ലാസ് എടുക്കുന്ന ഒരുപാട് അധികം ആൾക്കാർ കേരളത്തിൽ തന്നെ ഉണ്ട്. ഇപ്പം ഞാൻ ഇന്ന് നിർത്തിയാൽ തന്നെ വേറൊരു പാർട്ടി നാളെ വരും അല്ലേ? ഞാൻ ഇന്ന് നിർത്തിയാൽ വേറൊരാൾ കയറി വരും. അങ്ങനെയാണ്. അപ്പോൾ ഇതിന്റെ റിസൾട്ട് എൻ്റെ സ്റ്റുഡൻസിന് അറിയാം, അവർ തന്നെ വേറെ പഠിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതിനകത്തൊരു ഇൻട്രസ്റ്റ് കയറിയോണ്ടാണ്. സോ ദിസ് ഇസ് ദ ലിമിറ്റ്. ഐ ഹോപ്പ് യു വോണ്ട് ക്രോസ് ദ ലിമിറ്റ്. താങ്ക് യു. ഇവിടെ ആരും ഒരു ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനിയിപ്പോൾ ക്രോസ് ചെയ്തെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർവതിക്ക് ലീഗലി മൂവ് ചെയ്യാവുന്നതാണ്. ഏത് ലിമിറ്റ് വേണമെങ്കിലും പാർവതി ക്രോസ് ചെയ്തുള്ള ആ ഒരു കാര്യത്തിൽ നോ ഇഷ്യൂസ്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ള ഒരു വ്യക്തി, ഇദ്ദേഹത്തിന് ഫേസ് ഒന്ന് സ്ലിമ്മർ ആക്കണമെന്ന് തോന്നുകയാണ്. ഒരു പ്രോപ്പർ ഡയറ്റ് എടുക്കാതെ, എക്സസൈസ് ചെയ്യിപ്പിക്കാതെ ഈ ഫേസ് യോഗ ചെയ്ത് മാത്രം ഇദ്ദേഹത്തിന്റെ ഫേസ് ഒന്ന് കിടിലമാക്കി എടുക്കാൻ പറ്റുമോ, സെറ്റാക്കി എടുക്കാൻ പറ്റുമോ? അങ്ങനെ ആണെങ്കിൽ പാർവതിയുടെ ഈ ഫേസ് യോഗ സാധനം അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ്, ഈ സാധനം നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ പറ്റില്ലെന്ന് പാർവതിക്കും അറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പാർവതിയുടെ ഒരു പോസ്റ്റർ ഇതാണ് നിങ്ങളുടെ. ഈ പോസ്റ്റർ ഞാൻ വെറുതെ ചാറ്റ് GPT-ക്കകത്തൊന്ന് ഇട്ടു നോക്കി. ഈ കാര്യങ്ങൾ എന്തൊക്കെ ശരിയാണ് എന്നൊക്കെ ഞാൻ പറയുന്നില്ല, ചാറ്റ് GPT പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് വെക്കാം. ഓക്കെ, വാട്ട് യു വിൽ എക്സ്പീരിയൻസ് എന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കോഴ്സിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ. ഫേസ് സ്കൾപ്റ്റിംഗ്, ലിഫ്റ്റിംഗ്, ഡബിൾ ചിൻ റിഡക്ഷൻ, ഗ്ലോ ആൻഡ് സ്കിൻ ടൈറ്റനിങ്, ഡീപ് പഫിംഗ്, ലിംബാറ്റിക് ഡ്രെയിനേജ്, സ്ട്രെസ് റിലീഫ്, റിലാക്സേഷൻ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ ഫേസ് യോഗ ക്ലാസ്സിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ചാറ്റ് GPT പറഞ്ഞത് പോസ്റ്റർ പ്രോമിസസ് എന്തൊക്കെയാണ് നമ്മളിപ്പോൾ വായിച്ച കാര്യങ്ങൾ. ആൻഡ് ഫസ്റ്റ്, വാട്ട് ഈസ് ട്രൂ സയന്റിഫിക്കലി റീസണബിൾ ആയിട്ടുള്ള കാര്യം? ഡീപ് പഫിംഗ് ആൻഡ് ലിംബാറ്റിക് ഡ്രെയിനേജ്, ദിസ് ഈസ് റിയൽ. ചാറ്റ് GPT പറയുന്നു അത് ശരിയാണ്. മസാജ് ക്യാൻ റെഡ്യൂസ് ഫ്ലൂയിഡ് റിട്ടൻഷൻ, മോർണിംഗ് പഫ്നെസ്, ബട്ട് ടെമ്പററി ഓൺലി. ശരിയാണെന്നും പറയുന്നു, പക്ഷെ അത് ടെമ്പററി ആണെന്നും പറയുന്നു. എന്താ പറയുക ഇതിങ്ങനെ? സ്ട്രെസ് റിലീഫ് ആൻഡ് റിലാക്സേഷൻ, അബ്സല്യൂട്ട്ലി ട്രൂ, ശരിയാണ്.
നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫേസ് വെറുതെ മസാജ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രെസ് റിലീഫ് ഒരു റിലീഫും കിട്ടത്തില്ല. അത് ശരിയാണ്. അതിനൊക്കെ ചെയ്യാവുന്ന സൂപ്പർ സാധനം ഉള്ള കാര്യം പറയില്ല. എനിക്ക് സൈനസ് ഒക്കെ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ മസാജ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് റിലാക്സേഷൻ കിട്ടും. അത് 100% ഷുവർ, ഗോ എഹെഡ്, ഒരു കുഴപ്പമില്ല. ദിസ് ഈസ് ദ മോസ്റ്റ് ജെനുവിൻ ബെനിഫിറ്റ് എന്ന് കണ്ട് ChatGPT തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സാധനം ചെയ്തത് കൊണ്ട് ഏറ്റവും കിടിലം ബെനിഫിറ്റ് അതാണ്. ആ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് പാർവതിയുടെ ക്ലാസ്സിലോട്ട് എല്ലാവരും പോയി ചേരും. നിങ്ങൾ ഭയങ്കര പ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരാളാണ്, നിങ്ങൾ ജോലി ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പണ്ടാറടങ്ങിയിരിക്കുന്ന ഒരാളാണ്. അപ്പം പാർവതിയുടെ ഇങ്ങനത്തെ ക്ലാസ്സിൽ പോയി ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു റിലാക്സേഷൻ, ഒരു മൈൻഡ് റിലീഫ് കിട്ടും. അത് തന്നെ വലിയൊരു കാര്യമാണ്. നിങ്ങൾ പറയുന്ന ആ ഒരു കാര്യം 100% ശരിയാണ്. നെക്സ്റ്റ്, മൈൽഡ് ഗ്ലോ, ഇൻക്രീസ് ബ്ലഡ് ഫ്ലോ, സ്കിൻ ലുക്ക് ഫ്രഷർ. Again, short time improvement, not transformation. അതും ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആവും, ഒരു ഷോർട്ട് ടൈം ആണെന്നാണ് പറയുന്നത്. ഞാനല്ല പറയുന്നത്, ChatGPT ആണ് കേട്ടോ. ChatGPT കൊണ്ട് കേസ് കൊടുക്കണേ, എന്തൊക്കെയോ പറയുന്നുണ്ട് ഇവൻ. ഇനി പാർട്ട്ലി ട്രൂ ആയിട്ടുള്ള കാര്യം, ഫേസ് സ്കൾപ്റ്റിംഗ് ആൻഡ് ലിഫ്റ്റിംഗ്. യു മേ സീ സ്ലൈറ്റ് മസിൽ ആക്ടിവേഷൻ, ബെറ്റർ പോസ്റ്റർ ഓഫ് ഫേസ്, ബട്ട് not real lifting like surgery or fillers, not structural change. And again, what you see in the result, temporary tightening, less puffiness, illusion of lift. ഇതാണ് പറയുന്നത്. അതും ടെമ്പററി ആണെന്നാണ് പറയുന്നത്. അതും ഒരു ഇല്യൂഷൻ ഓഫ് ലിഫ്റ്റ് എന്നാണ് പറയുന്നത്. ഞാനല്ല കേട്ടോ ഇതെന്ന് പറയുന്നത്. സത്യമായിട്ട് ഞാൻ ഇതൊക്കെ ChatGPT അവനെതിരെ കൊണ്ടെന്തെങ്കിലും പറയട്ടാ. നെക്സ്റ്റ്, സ്കിൻ ടൈറ്റനിങ്, മസാജ് ഇംപ്രൂവ്സ് ബ്ലഡ് സർക്കുലേഷൻ, മേ ഗീവ്സ് എ ടെമ്പററി ഫേം ലുക്ക്. എഗൈൻ ടെമ്പററി, വീണ്ടും വേണ്ടി എത്ര ടെമ്പററി ആണ് ഇതിനകത്ത്. ഡസ് നോട്ട് ഇൻക്രീസ് കൊളാജൻ സിഗ്നിഫിക്കന്റ്ലി, ഡസ് നോട്ട് ടൈറ്റൻ ലൂസ് സ്കിൻ പെർമനന്റ്ലി. എല്ലാം ടെമ്പററി ആണ്. ആൻഡ് ഏറ്റവും മിസ്ലീഡിംഗ് ആയിട്ട് ChatGPTക്ക് തോന്നിയ ഒരു കാര്യം, ഡബിൾ ചിൻ റിഡക്ഷൻ. ഏറ്റവും മിസ്ലീഡിംഗ് എന്ന് ChatGPT എടുത്തു പറഞ്ഞ കാര്യമാണ്. ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് റെഡ് ഫ്ലാഗ്. പാർവതി കൈന്ന് പോയിട്ടാ. ഡബിൾ ചിൻ ഈസ് ഈക്വൽ ടു യൂഷ്വലി ഫാറ്റ്, ലൂസ് സ്കിൻ, ജെനറ്റിക്സ്. ഫേസ് യോഗ കാൺട്ട് ബേൺ ഫാറ്റ് ഇൻ ദാറ്റ് ഏരിയ, cannot permanently remove double chin. ChatGPT എന്നാ പരിപാടിയാണ് കാണിച്ചേ? കൊച്ചിന്റെ ഡബിൾ ചിന്നൊക്കെ കുറയ്ക്കാന്നും പറഞ്ഞൊക്കെയാണ് പരസ്യം ചെയ്യുന്നത്. അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോർ പരിപാടി കേട്ടോ. അത് കള്ളത്തിലാണ് തോന്നുന്നു ChatGPT പറയുന്നത്. പറഞ്ഞു എങ്ങനൊന്നും പറയാത്തതാണല്ലോ. അറ്റ് ബെസ്റ്റ് ടെമ്പററി ഇംപ്രൂവ്മെന്റ് ഡ്യൂ ടു പോസ്റ്റർ കറക്ഷൻ, ഫ്ലൂയിഡ് റിഡക്ഷൻ. ഓക്കെ, അതും ടെമ്പററി. എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ മൊത്തം ടെമ്പററി. ആൻഡ് ഫൈനൽ വെർഡിക്റ്റിനകത്ത് പറയുന്നത്, ഡീപഫിംഗ് ട്രൂ, ടെമ്പററി. റിലാക്സേഷൻ ട്രൂ, ഗ്ലോ മൈൽഡ് ആൻഡ് ടെമ്പററി. ലിഫ്റ്റിംഗ് വിഷ്വൽ ഇല്യൂഷൻ ഉള്ളി, സ്കിൻ ടൈറ്റനിങ് ടെമ്പററി, ഡബിൾ ചിൻ റിഡക്ഷൻ മിസ്ലീഡിങ്. ഇതിനകത്ത് ആ കൂടി ട്രൂ എന്ന് പറഞ്ഞ ഒരു ഒറ്റ സാധനം റിലാക്സേഷൻ ആണ്, ബാക്കിയെല്ലാം ടെമ്പററിയും മിസ്ലീഡിങ്ങും. ആൻഡ് പറഞ്ഞേക്കുന്നത് ദിസ് പ്രോഗ്രാം ഈസ് യൂസ്ഫുൾ ഫോർ റിലാക്സേഷൻ, ടെമ്പററി, ഫ്രഷ് ലുക്ക്. ഇത് കണ്ട ChatGPT ആണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, നമ്മളല്ല. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. സോ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വേറെ ഒന്നും പറയില്ല. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പൊ ശരി.